ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യ 2 റിവ്യൂലോട്ടാണ്. ഡയറക്ടർ ശങ്കർ, റൈറ്ററും ശങ്കർ തന്നെയാണ്. ഒറ്റ വാക്കി പറഞ്ഞ അപരാധ സിനിമ, ലോക തോൽവി സിനിമ, ശിവാജിക്ക് ശേഷം ഇറങ്ങിയ ഏറ്റവും അലന്ന സിനിമ. ഇതുപോലൊരു അലന്ന സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ ഇറക്കാൻ എങ്ങനെ തോന്നി ശങ്കർ സർ? സാധാരണ ശങ്കറിൻ്റെയൊക്കെ സിനിമ കാണാൻ പോകുമ്പം നല്ലൊരു വിഷ്വൽ എഫക്റ്റ് കാണാൻ പോകാം, നമുക്ക് ആസ്വദിച്ച് ഇറങ്ങി വരും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ശിവാജിയുടെ കാര്യമുണ്ട്. ശിവാജിയൊക്കെ ഞാൻ കണ്ടത് ഈ ശങ്കറിൻ്റെ ഏറ്റവും അലന്ന സിനിമയായിരുന്നു ശിവാജി. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ശങ്കർ ഈ ഒരു പടം ഡയറക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യൻ എന്ന് പറയുന്ന 1996 ഞാൻ ആ സിനിമ അന്ന് നമ്മളൊക്കെ ആ കൊച്ചു പരുവത്തിൽ ഇറങ്ങിയ സിനിമയാണ്. പക്ഷേ കൊച്ചു പരുവല്ല, 96 കൊച്ചു പരുവത്തിൽ ഇറങ്ങിയ സിനിമയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ക്യാരക്ടർ, അതായത് സേനാപതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ നമുക്ക് എന്തുവാ ഒരു പേടി എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചുനാളിലെ കാണുമ്പോൾ ആ പുള്ളി ആ ഒരു ക്യാരക്ടറിനോട് ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. പുള്ളിക്കാരനെ കൊണ്ടുവന്ന് എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്. പടം തുടങ്ങുന്നതേ ഒരു അനീതിയൊക്കെ കാണിച്ചുകൊണ്ട്, ശങ്കറിൻ്റെ സിനിമയാകുമ്പോൾ കൂടുതൽ അനീതിയൊക്കെ കാണണമല്ലോ. അപ്പോൾ അങ്ങനെ അനീതി കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ഒരു വലിയൊരു യൂട്യൂബർ, അതായത് സിദ്ധാർത്ഥ് ചെയ്ത ഒരു ക്യാരക്ടർ, ഒരു യൂട്യൂബറാണ്. അവരുടെ കൂടെ 4 ഫ്രണ്ട്സുകളുണ്ട്. ഇവർ തുടങ്ങുന്ന ഒരു യൂട്യൂബ്, അതിനകത്ത് അനീതി എടുത്ത് കാണിക്കുന്നു. അങ്ങനെ അനീതി കൊണ്ട് നിറയുന്നു. ഇന്ത്യ മൊത്തം അനീതി കൊണ്ട് നിറയുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ ഇന്ത്യനെ പരിചയപ്പെടുത്തുന്നു. ഇന്ത്യനെ എന്തുപോലെ ഇന്ത്യ കൊണ്ടുവരണല്ലോ, നേരത്തെ ജപ്പാനിലെങ്ങാണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നതേ ദുരന്തം ടൈറ്റിൽ കാർഡ്. ഇതുവരെ ശങ്കറിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നത്. അതായത് മർമാണി വിദ്യയുടെ കൂട്ടി ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇന്ത്യയെ കൊണ്ടുവന്ന ഒരു ഇടിക്കുമ്പോൾ അവിടുന്ന് നല്ല വികസനമായിട്ട് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ നിന്നുള്ള പേരൊക്കെ എഴുതി അവർ കാണിച്ചു വെച്ചേക്കുന്നത്. അത് കണ്ടിട്ട് കുറച്ച് ഇന്ത്യൻ്റെ, അത് സേനാപതിയുടെ ഒരു ഇൻട്രോ ഒക്കെ ഉണ്ട്. വേറൊരു ദുരന്ത ഇൻട്രോ, ശങ്കറിൻ്റെ ഏറ്റവും ദുരന്ത ഇൻട്രോയിലൊന്ന്. സ്ക്രിപ്റ്റ് വർക്ക്, മോശം സ്ക്രിപ്റ്റ് വർക്ക്. എനിക്ക് തോന്നുന്നത് ഈ അറ്റ്ലിയെ ഇതിനകത്ത് ഡയറക്ടറായിട്ട് അസിസ്റ്റൻ്റായിട്ട് വല്ലതും വിളിച്ചാണ്. എനിക്ക് തോന്നുന്നത് ശങ്കറിൻ്റെ കണ്ണ് കയറ്റിയപ്പം പുള്ളിയിലെ ഷേക്സ്പിയർ മലയാളത്തിനകത്തിൻ്റെ കൂട്ട് അതിന് സലിംകുമാറിനുണ്ടല്ലോ, സലിംകുമാറിൻ്റെ അകത്തിൻ്റെ കൂട്ട് ശങ്കറിൻ്റെ കണ്ണ് തെറ്റിയപ്പം പുള്ളി സീനൊക്കെ വെട്ടി എനിക്ക് സ്വന്തം രീതിയിൽ എഴുതി ചെയ്തതിൻ്റെ കൂട്ടുണ്ട്. തുടക്കം ഒരു ശങ്കറിൻ്റെ സിനിമയുടെ കൂട്ടൊക്കെ പോയിട്ട് എന്തോ ഫുള്ള് ലാഗ്, ഫസ്റ്റ് ഹാഫ് ഫുള്ള് ലാഗ്, അങ്ങനെ തുടങ്ങിയിട്ട് ഇടയ്ക്കൊക്കെ ശങ്കറിൻ്റെ അല്ല അറ്റ്ലിയുടെ അതേ ഷോട്ടുകൾ കാണിക്കുന്നു. ചുമ്മാ അല്ല അറ്റ്ലി അങ്ങനെ ആയി പോയത്. ഇതിനി അറ്റ്ലി അങ്ങ് ഡയറക്ഷൻ ചെയ്തതെന്നും ആയിപ്പോയി. കാരണം ഒരു വെരിത്തനം, അതായത് ശങ്കറിൻ്റെ ഒരു വെരിത്തനമാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ ചില സീനിൽ ഇരുന്ന് ചിരിക്കുമായിരുന്നു. സീരിയസ് ആയിട്ടുള്ള കുറച്ച് സീനൊക്കെ ഉണ്ട്. ആ ഒരു സീനൊക്കെ ഇരുന്ന് ചിരിക്കുമായിരുന്നു. തുടക്കമൊക്കെ സേനാപതിയുടെ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ആ ഫൈറ്റ് തൊട്ട് അതിനകത്തൊരു സീരിയസ് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഫസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫൈറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ എന്ത് രസം. ആ ഒരു കാലഘട്ടത്തിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ അത് ഈ ഒരു ഇത്രയും സെറ്റപ്പുള്ള ഒരു സമയത്ത് ഇതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ് ഇപ്പം തന്നെ ഇവിടുത്തെ ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ടോം ക്രൂസ് എന്നെയൊക്കെ ഇഷ്ടപ്പെട്ട് അവരുടെയൊക്കെ ഫൈറ്റ് കണ്ട് വളരുന്ന കുറേ യുവാക്കളാണ്. അവരുടെ ഇടയ്ക്ക് ഇതേപോലത്തെ ഒരു തൊലിഞ്ഞ ഒരു ഇതും കൊണ്ടുവന്ന് ഒരു ഫൈറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഫൈറ്റ് മാത്രം, അതിൻ്റെ സിനിമ തന്നെ എങ്ങനെയാണ് പോയേക്കുന്നത്? കാരണം സേനാപതി കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. വന്നു കഴിഞ്ഞിട്ടൊരു മറ്റേ കോബ്രയ്ക്കകത്ത് വേഷപ്രശ്നമായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ, അതേപോലെയൊക്കെ ചില ജപ്പാൻകാരുടെയൊക്കെ വേഷത്തിൽ വന്നിട്ട് പിന്നെ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഒരു മുഖത്തിലെ പപ്പടമാണോ മൈദയാണോ എന്തോ അറിയത്തില്ല, മുഖത്ത് മൊത്തം തേച്ച് വെച്ചിട്ട് മുടിക്കകത്ത് ഒന്ന് നരപ്പിച്ചിട്ട് ഇറക്കി വരുന്നുണ്ട്. ആ പഴയ കമൽഹാസനാണെങ്കിൽ നമുക്കാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ ആ ഒരു കിളവൻ ക്യാരക്ടറായിട്ട് തോന്നും. പക്ഷേ ഇതിനകത്തോട്ട് വന്നിട്ട് മുഖത്ത് മൊത്തം എടുത്ത് കാണിച്ചു വെച്ച് പുള്ളി ഫസ്റ്റിനെക്കാട്ടിലും ഭയങ്കര ആരോഗ്യമായിട്ടൊക്കെ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു വയസ്സായതിൻ്റെ ഒരു ഫീലിംഗ് ഒന്നും കാണിക്കുന്നില്ല. എല്ലാവരും എടുത്തിട്ട് മർമ്മം വിദ്യയുണ്ട് അതിനകത്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്ന, മർമ്മത്തിൽ കാണിക്കുന്നുണ്ട്. ഒന്നാളെ കുത്തുമ്പോൾ ഇരുന്ന് ചിരിക്കുന്നു, പിന്നെ കുതിര പോലെ കിടന്ന് ഇങ്ങനെ ആക്കുന്നത്. അതായത് പഴയ ജഗതിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഞാൻ കുതിരയെ വിഴുങ്ങിയെന്ന് പറഞ്ഞു നടക്കുന്നത്, അതേപോലെ കുറേ ഓടിപ്പോകുന്നത്. ഇതൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് മ്യൂസിക് അനിരുദ്ധാണ് ചെയ്തേക്കുന്നത്. അനിരുദ്ധിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക്കിനും BGMയിൽ എന്ന് പറഞ്ഞാൽ അനിരുദ്ധ പുലിയാണ്. പക്ഷേ ഇതിനകത്ത് കൊണ്ടുവന്ന് എലിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ രീതിയിലും ആസ്വദിക്കാൻ പറ്റാത്ത. കാരണം ഇതിനകത്ത് ജയിലർ, പിന്നെ ബീസ്റ്റ്, വിക്രം, ഇപ്പോൾ ലാസ്റ്റ് ലിയോ, അതിനു മുമ്പ് മറ്റേ ആടുമ്പ ഡോളുമ്പ സോങ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ മ്യൂസിക് അനിരുദ്ധ് തന്നെ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതൊക്കെ എല്ലാം കൂടി കൂട്ടി കുഴച്ച് എടുത്തില്ല. പാട്ടേടിയൊക്കെ ഉണ്ടല്ലോ, അതായത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കിലെ സ്ഥിരം ഇതാണ് പാട്ടേടി പാട്ട്. അപ്പോൾ അതുപോലത്തെ പാട്ടേടി പാട്ടൊക്കെ എടുത്ത് ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം, ഇത് മൊത്തം അനിരുദ്ധിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കും, ആ സിറ്റുവേഷൻ അനുസരിച്ച് മ്യൂസിക് ഉണ്ടാക്കുന്നത് മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ ആ ഒരു മ്യൂസിക് ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ അത് സിനിമയിൽ അത് ചെയ്യത്തുള്ളൂ. അപ്പം ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ, ഈ ഒരു മ്യൂസിക് ഡയറക്ടർ ഓക്കെ പറഞ്ഞെങ്കിൽ ആ ഏറ്റവും ദുരന്തം ഡയറക്ടറായിട്ട് ശങ്കർ മാറത്തില്ലേ? ശങ്കറിനെ ദുരന്ത ഡയറക്ടർ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അനീതി കാണിക്കുന്നവരെ കൊല്ലുന്നൊക്കെ ഉണ്ട്. അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്ത് കൊല്ലുന്ന ഒരു ഇതുണ്ട് ഗുജറാത്തിൽ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരനെ കൊല്ലുന്ന പറഞ്ഞാൽ വലിയ പണക്കാരൻ. അതായത് കക്കൂസ് വരെ സ്വർണ്ണം, അതൊരു മുറി മൊത്തം സ്വർണ്ണം, കിടക്ക സ്വർണ്ണം, എല്ലാം സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയത്. കട്ടിൽ, കണ്ണാടി എല്ലാം സ്വർണ്ണം. തീട്ടവും സ്വർണ്ണമായിരിക്കും. അത് ഇങ്ങനെ തൂർന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് യൂറോപ്യൻ ക്ലോസറ്റ് സ്വർണ്ണം. അങ്ങനെ അയാളെ കൊല്ലുന്നതല്ല, അത് കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് സഹതാപം തോന്നി. അതായത് ശങ്കറിനോട് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരുന്ന്
നോക്കിയിരിക്കുമായിരുന്നു ഇത് എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നത്, ശങ്കർ എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. ഈ ശങ്കറിന് ഒരു സിനിമ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇനി ആ അന്യൻ അങ്ങനെ റീമേക്ക് 4K റീമേക്ക് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് അന്യൻ ഇറങ്ങുന്നത്. ആ അന്യൻ ഒന്ന് 4K ഇപ്പം റിലീസിൻ്റെ കാര്യം അതൊന്ന് 4K ആക്കിയിട്ട് ഇപ്പോൾ ഒന്ന് റിലീസ് ചെയ്താൽ ഇതിലും നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടിയേനെ. അപ്പോൾ അന്യനകത്തേക്ക് ഓരോ സീൻ എടുത്തപ്പോൾ അത് പറയാൻ മറന്നുപോയി. ഇതിനകത്ത് ചില സീൻ കണ്ടിട്ട് ഇതിനി അന്യനാണോ എന്ന് വരെ തോന്നിപ്പോയി. അന്യനകത്ത് നമുക്കറിയാം, അതിനകത്ത് അന്യൻ കാണിച്ചു വെച്ചിരിക്കുന്ന അന്യൻ വന്ന് സോഷ്യൽ മീഡിയയ്ക്കകത്ത് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കറക്റ്റ് എടുത്ത് ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനേക്കാളും അന്യൻ 4K ഇറക്കി കഴിഞ്ഞാൽ ഇതിന് നല്ല ഫാൻസ് അതിനും കണ്ടേനെ. ഇത് ഇനി ദയവ് ചെയ്ത് ശങ്കർ ഇനി അന്യൻ 2 ഇറക്കാതിരിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ അന്യൻ 2 ഇറക്കാതിരിക്കാൻ നല്ലത്. അന്യൻ എന്ന് പറഞ്ഞാൽ ഒരു ശങ്കറിൻ്റെ ഏറ്റവും നല്ല സിനിമ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അന്യൻ എന്ന് പറഞ്ഞാൽ. അന്യൻ്റെ മേളിൽ ഒരു പടം ശങ്കറിൻ്റെ വന്നിട്ടില്ല. ശങ്കറിനെ മാത്രമല്ല, തമിഴ് സിനിമ എടുത്ത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അന്യൻ്റെ മേളിൽ അങ്ങനെ ഒരു പടം അങ്ങനെ വന്നിട്ടില്ല. ഏകദേശം കുറച്ച് അതേപോലെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഗജനി ആയിരിക്കും. അല്ലാതെ ഇത് എന്തോ പറയണ്ടേ, എല്ലാം കൊണ്ടും അപരാധം സിനിമയാണ്. ഇതിപ്പം ലാസ്റ്റ് എല്ലാം എഴുതിയൊക്കെ കാണിച്ച്, അതായത് എൻ്റെ ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ 3ാം ഭാഗത്തിൻ്റെ ഒരു ട്രെയിലർ ഇറക്കിയിട്ടുണ്ട്. ആ ട്രെയിലർ കണ്ടിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ദുരന്തം തന്നെ, എനിക്ക് അത് ദുരന്തമായിട്ട് തന്നെ തോന്നിയത്. കാരണം ഇതിൻ്റെ സേനാപതിയുടെ അപ്പൂപ്പൻ്റെ ആ ഒരു സമയത്തുള്ള ബ്രിട്ടീഷുകാരുടെയൊക്കെ കുറേ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതിനകത്ത് കാജലിനെ കാണിക്കുന്നുണ്ട്. അതായത് അന്നത്തെ അതും കമലഹാസൻ കാജലൊക്കെ തലയും കുത്തിയൊക്കെ കറങ്ങിച്ചാടി വാളും കൊണ്ടൊക്കെ വരുന്ന സീനൊക്കെ ഉണ്ട്. എനിക്ക് അത് കണ്ടിട്ട് ആ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഇത് തന്നെ വരാൻ പോയി. ഇപ്പോൾ ശങ്കറിനോടുള്ള വിശ്വാസം മൊത്തവും പോയി. അതുകൊണ്ട് ശങ്കറിനോട് പറയാനുള്ളത്, ഇത് 3 കൊണ്ടൊന്നും നിർത്തല്. ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം. ഈ അപരാധങ്ങൾ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം. ആദ്യമേ ഇതിപ്പം 3ാം പാർട്ട് ഇറക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത 4ാം പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അച്ഛൻ കാണുമല്ലോ, അതിൻ്റെ ഒരു ക്യാരക്ടർ എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു അച്ഛൻ കാണുമല്ലോ, അതിൻ്റെ ഒരു ക്യാരക്ടർ എടുക്കണം. അങ്ങനെ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകണം. അപ്പോൾ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഓരോരുത്തരൊക്കെ മരിച്ചു പോകാൻ തുടങ്ങും. കാരണം ഇപ്പം കമലഹാസൻ ഇപ്പം ജനിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു കാലത്ത് മരിക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ ആ ഒരു തലമുറയെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. ഓരോ തലമുറ, അതായത് ലോകം ഉണ്ടായ സമയം വരെയുള്ള കഥകൾ ഇനി ഇങ്ങനെ കാണിക്കണം. ഇപ്പോൾ ശങ്കർ ഇനി പറ്റിയില്ലെങ്കിൽ ശങ്കറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ അറ്റ്ലിയെ പോലെ ദുരന്തം ഡയറക്ടർമാരുണ്ടല്ലോ, അതേപോലെ ഒരാളെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അതിങ്ങനെ നിർത്തില്ല, 3 കൊണ്ട് നിർത്തില്ല, ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം. ഒരു വലിയൊരു യൂണിവേഴ്സ് ആക്കണം. അതായത് ഇന്ത്യൻ്റെ ഒരു 100ാമത്തെ എപ്പിസോഡ് വേണ്ടി അന്ന് നമ്മളങ്ങ് ഉണ്ടാവുന്ന ലോകം ഉണ്ടാവുന്നതിൻ്റെ അറിയത്തില്ല, അവിടെ വരെ കൊണ്ടുപോകണം. സെഞ്ചുറി അടിക്കണം. ഇപ്പോൾ 3ാമത്തെ ആയതേ ഉള്ളൂ, ഇനി സെഞ്ചുറി വരെ എത്തിക്കണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പം നെൽസനെ ആണെങ്കിൽ കൈ കൂപ്പി വണങ്ങാൻ തോന്നുന്നുണ്ട്. കാരണം ബീസ്റ്റ് എടുത്ത് വെച്ച് ബീസ്റ്റ് കണ്ടപ്പം ബീസ്റ്റ് ആയിരുന്നു ഏറ്റവും മോശം സിനിമയെന്ന് തോന്നി. ഇപ്പം ബീസ്റ്റൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ബീസ്റ്റ് നോക്കുമ്പോൾ ബീസ്റ്റൊക്കെ എന്ത് നല്ല സിനിമയാണ്. അപ്പം ഈ നെൽസനെക്കാട്ടിലൊക്കെ കീഴായി ഇപ്പോൾ ശങ്കറിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ. ഇനി അടുത്ത രാംചരനെ വെച്ചൊക്കെ ഒരു പടം വരുന്നുണ്ട്. ഒരു ഇതുമില്ല, ഒരു പ്രതീക്ഷയില്ല. ഇനി അബദ്ധത്തിലെങ്ങാനും ഓടിയെങ്കിലേ ഉള്ളൂ. അല്ലാതെ എൻ്റെ പ്രതീക്ഷയെല്ലാം ശങ്കറിൻ്റെ ഒരു ലെവൽ എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ സിനിമയിലെ ഒരു ബ്രഹ്മാണ്ഡ ഡയറക്ടർ, ഇത് കണ്ടതോടെ എല്ലാം പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു ദുരന്തം, ഡിസാസ്റ്റർ, എനിക്ക് ഒരു സീൻ പോലും എനിക്ക് പോസിറ്റീവ് പറയാനില്ല. ആക്ഷനൊക്കെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. ചില ആക്ഷനൊക്കെ സിനിമ കണ്ടപ്പം ഒട്ടും നല്ലതായിട്ട് തോന്നിയില്ല. ദുരന്ത സിനിമ 2024 ഇതുവരെ ഇറങ്ങിയ ഈ തമിഴ് സിനിമയിലെ ഏറ്റവും ദുരന്ത സിനിമയിൽ 1ാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ 2. പിന്നെ കുറച്ച് വിവേകിനെ നെടുമുടി വേണു ചേട്ടനെ ഇതിനകത്ത് ചെറുതായിട്ട് കുറച്ച് സീനിലൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് AI വെച്ചിട്ട് അത് കുറച്ച്, അപ്പോൾ അവരുടെ മരിച്ചവരുടെ കുടുംബത്തിനും ഒക്കെ അത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അല്ലാതെ ഇതിനകത്ത് ഒന്നുമില്ല. പടം കണ്ടതി ഖേദിക്കുന്നു. ഈ പൈസ ഉണ്ടാക്കി തന്നത് ഈ നഷ്ടപരിഹാരം കൊടുക്കണ്ടേ. ശങ്കർ ഈ കാണുന്ന ഓരോ തിയേറ്ററുകാർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതിൻ്റെ പ്രൊഡ്യൂസർ ലൈക്ക പ്രൊഡക്ഷൻസ് ഇത്രയൊരു ദുരന്തം എടുത്ത് ആളുകളെ പറ്റിച്ചേന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.